നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് L2 എമ്പുരാൻ എന്ന സിനിമ അനൗൺസ് ചെയ്തു. അപ്പോൾ ആ സിനിമയെക്കുറിച്ച്, ആ സിനിമയിലെ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ചൊക്കെ കുറച്ച് ആളുകൾ ചോദിച്ചു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ അതിനു മുൻപേ ലൂസിഫർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. സോ ലൂസിഫർ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്കാണ് L2 ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങളും ഞാനും ലൂസിഫർ കണ്ടതാണ്, നമുക്ക് കഥയൊക്കെ മനസ്സിലായതാണ്. പക്ഷേ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് PK രാംദാസ് എന്ന വൻ മരത്തിനെ എടുക്കാം. ആ മരം വീഴുന്നതിന് മുൻപും ആ മരം വീണതിന് ശേഷവുമുള്ള ചില കാര്യങ്ങൾ. മരം വീഴുന്നതിന് മുമ്പത്തെ കാര്യം, ആ സമയത്ത് നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഗോവർദ്ധൻ ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നുണ്ട്. ആ ലൈവിൽ പറയുന്നത് പ്രകാരം 7 വർഷങ്ങൾക്ക് മുമ്പ് രാംദാസിൻ്റെ മകളുടെ ഭർത്താവ് സംശയാസ്പദമായ രീതിയിൽ മരണപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു. അതിനുശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ പ്രിയദർശിനി ഒരു വിവാഹം കഴിക്കുന്നു. അതാണ് ബോബി എന്ന കഥാപാത്രം, വിവേക് ഒബ്രോയ് ചെയ്തിട്ടുള്ള കഥാപാത്രം. അപ്പോൾ ആ വർഷങ്ങൾ അവിടെ നിൽക്കട്ടെ. 6 വർഷങ്ങൾക്ക് മുൻപാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന വിഗ്രഹത്തിനെ PK രാംദാസ് കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതും കൂടെ കൊണ്ടു നടന്ന് ആളാക്കുന്നതും. ബോബി എന്ന ആൾ പ്രിയദർശിനിയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ഈ കേരളത്തിലേക്ക് വരുന്നതും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതും. അപ്പോൾ അതിനൊരു കണക്ഷൻ ഉണ്ടാകും. ഇതിന് ശേഷം പല രംഗങ്ങളിലായിട്ടുള്ള കുറച്ച് സീനുകൾ എടുത്ത് നോക്കിയാൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറയുന്നത് വളരെ വാശിയുള്ള, സ്വന്തം അച്ഛനെ കൊണ്ട് PK രാംദാസ് എന്ന് പറയുന്ന വൻമരത്തിന് ഇതിന് മുമ്പൊരിക്കൽ വിറപ്പിച്ച ആളാണ് പ്രിയദർശിനി എന്ന് പറയുന്നത്. പട്ടിണി കിടന്ന് സ്റ്റീഫനെ വീട്ടിൽ നിന്ന് ഓടിച്ചയാൾ, അതേ ആൾ വീണ്ടും വാശി പിടിക്കുകയാണ്, എനിക്ക് ഇയാളെ വിവാഹം കഴിച്ചേ പറ്റുമെന്ന്. ആ രംഗമൊക്കെ ഒന്ന്, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീനുകളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ ഇയാളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ PK രാംദാസ് പറയുന്ന ഡയലോഗുണ്ട്, നിൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമല്ല എന്ന്. തീർച്ചയായും മകളുടെ ഒരു ആഗ്രഹപ്രകാരം അയാളങ്ങ് വിവാഹം കഴിച്ച് കൊടുക്കുന്നു. പക്ഷേ അതിനുശേഷം ബോബി എന്ന ഡേഞ്ചറിനെ PK രാംദാസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. കാരണം ആ 6 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് PK രാംദാസ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ മേൽ അഴിമതിയുടെ ആരോപണങ്ങൾ വരുന്നത് എന്ന് ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഗോവർദ്ധൻ ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും മകൾക്കും തനിക്കും ഉണ്ടാകുന്ന ഭീഷണിയെക്കുറിച്ചും തൻ്റെ മരണശേഷം അല്ലെങ്കിൽ തന്നെ കൊലപ്പെടുത്തിയ ശേഷം ഈ പാർട്ടിയെ അധീനപ്പെടുത്തി അയാൾ ചെയ്യാനിടയുള്ള കാര്യങ്ങളെക്കുറിച്ചും PK രാംദാസ് എന്ന വൻമരത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരികയും അയാളെ വളരെ സ്ട്രോങ് ആക്കി മാറ്റുകയുമാണ് PK രാംദാസ് ചെയ്തത്. ഇത് പെട്ടെന്ന് പറയുമ്പോൾ ഒരു രാജമാണിക്യം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു വളർത്തു മകനെ തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നത്, ആ ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു സാമ്യം എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് PK രാംദാസിനെ കുറിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളി ഓർത്തെടുക്കുന്ന ലാസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോഴാണ്. എസ്തേ നീ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വളരെ ടയർഡായിട്ടാണ് ചോദിക്കുന്നത്. സോ PK രാംദാസ് എന്ന വൻമരം വീഴാൻ തുടങ്ങുന്നു എന്ന് പുള്ളിക്ക് തന്നെ ബോധ്യം വന്നപ്പോഴാണ് പുള്ളി സ്റ്റീഫനെ കൊണ്ടുവന്നത്. ഇത് വൻമരം വീഴുന്നതിന് തൊട്ട് മുമ്പ്. ഇനി വൻമരം വീണതിന് തൊട്ടടുത്ത് സംഭവിച്ചൊരു കാര്യം, ജതിൻ രാംദാസ് എവിടെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അയാൾ ഏതോ ഒരു ക്യാമ്പിലാണെന്നാണ് അവസാനമായിട്ട് വന്ന വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞു. ശരി, അത് സ്വാഭാവികമായും സംഭവിച്ചു. അച്ഛൻ മരിക്കുന്ന കാര്യം മുൻകൂട്ടി അറിയണമെന്നില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു ക്യാമ്പിൽ പെട്ടുപോയ ആൾ അതിനുശേഷം പിന്നെ നാട്ടിൽ കാലുകുത്തുന്നത് സ്വന്തം ചേട്ടൻ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തിരിച്ചുവരവിന് ശേഷം ഒരു വലിയ ക്രൗഡിനെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന ഒരു സ്പീച്ചുണ്ട്. സ്വാഭാവികമായും വിദേശത്ത് അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളുകളിൽ കുട്ടിക്കാലം കഴിച്ചുപോയ ഒരാളെ സംബന്ധിച്ച് ഒരു കവലയെ പോലും അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് നല്ല ടെൻഷൻ ഉണ്ടാവുന്നതാണ്. പക്ഷേ അത്രയധികം കോൺഫിഡൻസോടുകൂടിയാണ് പുള്ളി സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്, കഥാപാത്രം സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. ആൻഡ് അതുമാത്രമല്ല, നമ്മളെ ജയിക്കൂ എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ഒരുപക്ഷെ PK രാംദാസ് പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് അയാൾ പറയുന്നുണ്ട്. ജതിൻ രാംദാസ് എന്നയാളെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് PK രാംദാസ് എന്ന വൻമരം വീണതിന് ശേഷം തൊട്ടടുത്ത് മുതൽ സംഭവിച്ചിട്ടുണ്ടാവുക. അയാളൊരു ട്രെയിനിങ്ങിന് ശേഷമാണ് കേരളത്തിൽ ലാൻഡ് ചെയ്തത്. ഇനി ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതായത് PK രാംദാസ് സ്റ്റീഫനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ജതിൻ ജനിച്ചതിന് ശേഷമാണ്. പിന്നെ ജതിനെ വളർത്തിയതും സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നോക്കിയതൊക്കെ ചേച്ചിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജതിൻ രാംദാസും സ്റ്റീഫൻ നെടുമ്പള്ളിയും തമ്മിൽ എങ്ങനെയാണ് ഇത്ര സ്നേഹബന്ധത്തിലാവുന്നത്? ആ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ L2 കണ്ടേ പറ്റുള്ളൂ. മിക്കവാറും വിദേശത്താണ് സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു 26 വർഷം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ജതിൻ രാംദാസും പഠിച്ചിട്ടുള്ളത്, വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലായിട്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ തമ്മിൽ അവിടെ ഒരു ബന്ധം ഉണ്ടാവാം. സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും വെള്ളിത്തിരയിലേക്ക് വരുമ്പോൾ ഇലുമിനാറ്റി വീണ്ടും വരുമോ എന്ന് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഗോവർദ്ധൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ലൈക്ക് ഇലുമിനാറ്റി പോലെ ഒരു സംഭവമാണ്. ലോകത്തെ ഗോൾഡൻ ഡയമണ്ട് വ്യാപാര ശൃംഖലയെ നിയന്ത്രിക്കുന്ന തരത്തിലൊരു വൻ ശക്തിയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു വൻ ശക്തിയായി മാറുന്നത്, ആ 26 വർഷത്തെ വളർച്ച എന്താണ് എന്നൊക്കെയാണ് മിക്കവാറും നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കാണാൻ സാധ്യതയുള്ളത്. അതും ആ സിനിമ കണ്ടാലേ അറിയുള്ളൂ. അതിനുള്ള വലിയ ക്ലൂസ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഗോവർദ്ധൻ എന്നയാളെ
സ്റ്റീഫൻ നെടുമ്പള്ളി കൊന്നില്ല. ഇയാൾ മറ്റേ നന്മ നിറഞ്ഞ ആളൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് കൊന്നില്ല എന്നുള്ള ചോദ്യം ഉത്തരം വളരെ സിമ്പിളാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി NPTV അല്ലേ, ആ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ ആദിൽ ചെയ്യുന്ന കഥാപാത്രം ഗോവർദ്ധനെ ചെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സ്റ്റീഫൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്ന ഡയലോഗ്, പക്ഷേ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ല എന്നാണ്. പക്ഷേ തെളിവുകളുള്ളത് മുഴുവൻ ബോബിക്കെതിരെയായിരുന്നു എന്നുള്ളതാണ്. ആ കാര്യം മനസ്സിലാക്കുന്ന ആ റിപ്പോർട്ടർ നേരെ TV ചാനലിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് തൊട്ടടുത്ത മൊമെൻറ്റിൽ സംഭവിക്കുന്ന കാര്യം ഗോവർദ്ധൻ കിഡ്നാപ്പ് ചെയ്യപ്പെടുകയാണ്. പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് തട്ടിക്കൊണ്ട് പോകുന്നത് ബൈജു ചേട്ടൻ്റെ കഥാപാത്രമാണ്. സ്വാഭാവികമായും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതെങ്ങനെ സ്റ്റീഫൻ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ആ റിപ്പോർട്ടർ ഇസ് വിത്ത് സ്റ്റീഫൻ. കാര്യം സ്റ്റീഫൻ്റെ ഫസ്റ്റ് ഇൻട്രോ സീന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം, സ്റ്റീഫച്ചായൻ എന്ന് പറഞ്ഞിട്ടൊരു സ്നേഹവും ഒരു കാര്യമൊക്കെ തീർച്ചയായും ആ റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്നുണ്ട്. സോ ആ കഥാപാത്രങ്ങൾ ലിങ്ക്ഡ് ആവുന്നത് അങ്ങനെയാണ്. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇതങ്ങനെ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയെ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് ഷാജോൺ പറയുന്ന സീനുണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പ് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റ് സീനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ആദിവാസിയായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തെ, അല്ലെങ്കിൽ ആ പ്രദേശവാസിയായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നത്. ആ മച്ചാന് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥാപാത്രം ചൊല്ലുന്നു, തോക്ക് ചൂട്ടി നിന്ന് ആളെ തട്ടുന്നു, അപ്പുറം ഇപ്പുറം നിന്നവരെയൊക്കെ തട്ടുന്നു, എല്ലാവരും പെറുക്കിയെടുത്തിട്ട് ഇടിക്കുന്നു. ഇപ്പോഴൊന്നും ഇയാൾക്ക് ടെൻഷനില്ല. ബിക്കോസ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ലൂസിഫർ ആരാണ് എന്ന് അയാൾക്കറിയാം. അയാൾക്ക് മാത്രമല്ല, അയാളോടൊപ്പം വരുന്ന ആ പ്രദേശവാസികളുടെ വേഷമിട്ട് വരുന്ന ആളുകൾക്കറിയാം. അവർ സ്റ്റീഫൻ്റെ പട്ടാളം തന്നെയാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രൊട്ടക്റ്റേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ എന്തിനങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ആ ഫാക്ടറി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതൊരു കായലിനോട് ചേർന്ന് അല്ലെങ്കിൽ ഒരു പുഴയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ട്രാഫിക്കിന് കാര്യങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ജലമാർഗ്ഗം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അടച്ചുപൂട്ടിയ ഒരു ഫാക്ടറിയാണ്. അത്തരം ഒരു ഫാക്ടറി ഇപ്പോൾ ഗോൾഡൻ ഡയമണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ ഗോവർദ്ധൻ പറഞ്ഞ കണക്ഷൻ ഉണ്ടല്ലോ, ഗോൾഡൻ ഡയമണ്ട്സ് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കേരളത്തിലേക്ക് കള്ള സ്വർണം കൊണ്ടുവരുമ്പോൾ അത് സൂക്ഷിക്കാനൊക്കെയുള്ള സ്ഥലങ്ങൾ വേണ്ടേ. സ്വാഭാവികമായും ആ ഫാക്ടറിക്ക് പിന്നിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടായേക്കാം. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയും PK രാമദാസിൻ്റെയും ഒക്കെ വർഷങ്ങളായിട്ടുള്ളൊരു മണ്ഡലമാണ് ഈ നെടുമ്പള്ളി എന്ന് പറയുന്നത്, നിയോജക മണ്ഡലം. അവിടുന്ന് അവർ മാത്രമേ മത്സരിച്ച് ജയിച്ചിട്ടുള്ളൂ. PK രാമദാസേ ജയിച്ചിട്ടുള്ളൂ, അയാൾ കഴിഞ്ഞാൽ പിന്നെ സ്റ്റീഫൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കംപ്ലീറ്റ് ട്രാഫിക് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഇരിക്കുന്നത് ഇവരുടെ കയ്യിലാണ്. അതിൽ ഈ പറയുന്ന ബിസിനസ്സിൻ്റെ കള്ളത്തരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്റ്റീഫൻ്റെ അച്ഛൻ ആരാണ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും സ്റ്റീഫൻ അറിയാം, സ്റ്റീഫൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ് എന്ന്. പക്ഷേ PK രാമദാസ് എന്തിനാണ് സ്റ്റീഫനെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം സ്റ്റീഫൻ അന്വേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ L2 കാണാൻ പോകുന്നത്. കാരണം നെടുമ്പള്ളി എന്ന് പറയുന്നത് ഈ പറയുന്ന PK രാമദാസിൻ്റെ മണ്ഡലമായിരുന്നു വർഷങ്ങളായിട്ട്. അയാൾക്ക് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നതിന് മുമ്പേ ഈ പറയുന്ന പോലെ ഫണ്ടിങ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത്തരം ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് സ്റ്റീഫൻ എന്ന് പറയുന്ന ആളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഞാനാണ് എന്ന് അയാൾക്ക് തോന്നലുണ്ടാവുന്ന തരത്തിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ വിക്ടിം ആയിരിക്കാം സ്റ്റീഫൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അതല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ PK രാമദാസിൻ്റെ മകനായിരിക്കാം സ്റ്റീഫൻ നെടുമ്പള്ളി. ആൻഡ് സ്റ്റീഫൻ നെടുമ്പള്ളിയെ തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഈ രാമദാസ് ചെയ്യുന്നൊരു കാര്യം നെടുമ്പള്ളിയിൽ തന്നെ അയാളെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ സ്ഥലത്തിനെ അവർ അത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ L2 കണ്ടാലേ അറിയുള്ളൂ. പക്ഷേ എനിക്കിതിൽ നിന്ന് കിട്ടിയ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി L2 വരുമ്പോൾ എമ്പുരാൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. എമ്പുരാനെ നമുക്ക് എംബ്രാൻ എന്ന് നമ്മുടെ നാട്ടിലൊരു രീതി അനുസരിച്ച് എംബ്രാൻ എന്നൊക്കെ വിളിക്കില്ല. ആ ഒരു സംഭവമാണ്. ഇതിൽ ഈ ബിംബവൽക്കരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായി എനിക്ക് ചില വിയോജിപ്പുകളുണ്ടെങ്കിലും പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. എനിവേ, അത്തരം ഒരു മാസ് ഫീല്, അതായത് റൈസ് ഓഫ് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് നമ്മൾ മിക്കവാറും ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. വിദേശ ലൊക്കേഷനുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അടുത്ത വർഷം പകുതിയോടുകൂടിയ ഷൂട്ടിംഗ് ആരംഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിന് പെർമിഷൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സീനുകൾ, ഒരുപാട് എക്യുപ്മെൻറ്റ്സും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെയുള്ള രംഗങ്ങൾ വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. പിന്നെ ഈ L2 വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കഥ ഗതി മുന്നോട്ട് പോകുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകം എനിക്കുണ്ട്. കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നിറഞ്ഞാടിയിരിക്കുന്നത് വിവേക് ഒബ്രോയുടെ കഥാപാത്രമാണ്. ആ വില്ലൻ അത്രയും മാസമായി കൊണ്ടുവന്ന് കാണിക്കുമ്പോഴാണ് നായകൻ അദ്ദേഹത്തെ വെറുതെ കൊന്നു കളഞ്ഞാലും നമുക്ക് ആ മാസ് ഫീൽ വരുന്നത്. അപ്പോൾ അതുപോലൊരു വില്ലനെ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ആൻഡ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും മാസ് എഫക്റ്റുകൾ മുഴുവൻ ഇവർ ലൂസിഫറിന് അങ്ങ് കൊടുക്കുകയാണ്. ജതിൻ രാംദാസിൻ്റെ പ്രസംഗം കേട്ട് നമ്മൾ ടോവിനോയുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് കോരിത്തരിച്ചിരിക്കുമ്പോൾ ടോവിനോ പറയാണ്, അത് എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഫുൾ ക്രെഡിറ്റ് അങ്ങോട്ട് പോവാണ്. ഓരോ കഥാപാത്രങ്ങളെ എടുത്ത് നോക്കിക്കോളൂ.
ഇപ്പോൾ ബൈജു ചേട്ടൻ്റെ ലാസ്റ്റത്തെ ഒരു മാസ് വെടിവെപ്പ് പരിപാടിയാണെങ്കിലും അത് ഇൻഡയറക്ട്ലി ചെല്ലുന്നത് ലൂസിഫറിലേക്കാണ്. അത്തരത്തിൽ ലാലേട്ടൻ നേരിട്ട് ചെയ്ത മാസിനേക്കാൾ കൂടുതൽ മറ്റുള്ള കഥാപാത്രങ്ങൾ ചെയ്ത മാസിനെ അദ്ദേഹത്തിലേക്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിനി എങ്ങനെയാണ് പുതിയ സിനിമയിൽ ഇവർ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ളൊരു കൗതുകം എനിക്കുണ്ട്. പിന്നെ ഇതിലെ പൊളിറ്റിക്സ് എങ്ങനെയാണ് ഇവർ പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ളൊരു കൗതുകം എനിക്കുണ്ട്. കാര്യം പ്രസൻറ്റ് ഡേയിലേക്ക് അവർ തിരിച്ചു വരുന്നുണ്ട്. അതായത് ഒരു പ്രീക്വലും സീക്വലും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അടുത്തൊരു പൊളിറ്റിക്സ് പറയും. ഇപ്പോൾ ഈ സിനിമയിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ കാവ്യയെക്കുറിച്ചൊരു മെൻഷൻ മാത്രമേ ഉള്ളൂ. ചുവപ്പിനെ കുറിച്ച് അവർ പറയുന്നത്, സ്റ്റീഫൻ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് ചുവപ്പിലെ തന്നെ പ്രായം ചെന്ന പക്വതയെത്തിയ മനുഷ്യത്വത്തിൽ തിരിച്ചറിയാൻ പാകമായിട്ടുള്ള ആളെ മാത്രമാണ് സ്റ്റീഫൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ബാക്കി നമ്മൾ കാണുന്നത് മുഴുവൻ കേരളത്തിലെ സോ കോൾഡ് ഖദർ രാഷ്ട്രീയക്കാരെയാണ്. അപ്പോൾ ഇനി അടുത്ത പാർട്ട് വരുമ്പോൾ അതിൽ പൊളിറ്റിക്സ് എന്താണ് പറയുക, സമകാലിക രാഷ്ട്രീയവുമായി എങ്ങനെയാണ് ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. പിന്നെ പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം സെയ്ദ് മസൂദ് എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ, ഇവരെല്ലാം വളരെ മിലിറ്ററി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ പോലെയാണ് ഫൈറ്റ് ചെയ്യുന്നതും അവരുടെ ബോഡി ലാംഗ്വേജും മുഴുവൻ. അപ്പോൾ ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ സ്റ്റീഫൻ അല്ലെങ്കിൽ ഈ പറയുന്ന എബ്രാം ഖുറേഷി ഹയർ ചെയ്യുന്നതാണോ അതോ ഇവരുടെ ഒരു ട്രെയിനിങ് ആണോ, എന്താണ് അത് എന്നറിയാൻ വേണ്ടി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇവരുടെ മുൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഫൈറ്റും അതുപോലെയുള്ള ഒരുപാട് സീനുകൾക്കുള്ള സാധ്യതയുണ്ട് ഈ സിനിമയിൽ. എന്തായാലും ആന്റണി പെരുമ്പാവൂർ എന്ന ഈ സിനിമയുടെ പ്രൊഡ്യൂസറിന് ഒരു പക്ഷേ ഈ സിനിമയിൽ L2 നല്ലൊരു റോളിനുള്ള സാധ്യതയുണ്ട്. കാരണം മുംബൈയിലെ ഡാൻസ് ബാറിൽ വെച്ച് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ ലൂസിഫറിനെ, സ്റ്റീഫൻ നെടുമ്പള്ളിയെ അല്ലെങ്കിൽ എബ്രാം ഖുറേഷിയെ കണ്ടിട്ട് സലാം കൊടുക്കുന്ന ഒരേ ഒരാൾ പുള്ളിയാണ്. അപ്പോൾ സ്റ്റീഫൻ ആരാണ് അല്ലെങ്കിൽ അബ്രാം ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരിക്കും. അപ്പോൾ മിക്കവാറും സെക്കൻഡ് പാർട്ടിലും എന്തെങ്കിലും ഒരു റോളിനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിലും പുള്ളിയുടെ തല കണ്ട പട ഹിറ്റാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് അബ്രാം ഖുറേഷിയിലേക്ക് 26 വർഷങ്ങളുടെ ദൂരമാണുള്ളത്. പക്ഷേ ആ 26 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ഒരൊറ്റ സിനിമയിൽ അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് L2 ശേഷം L3 വരും, L4 വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നും വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു.